1600 കാലഘട്ടത്തിൽ ഏഷ്യയിലെ തന്നെ മികച്ചു നിന്നിരുന്ന ശക്തമായൊരു സാമ്രാജ്യം അതായിരുന്നുവല്ലോ മുഗൾ സാമ്രാജ്യം. ചരിത്രകാരനായ ആംഗസ് മാഡിസന്റെ കണ്ടെത്തലുകളിൽ 17-18 നൂറ്റാണ്ടിൽ ലോക GDPയിലെ 27% വരുമാനവും മുഗൾ പ്രദേശങ്ങളായ ഇന്ത്യൻ മേഖലയിൽ നിന്നായിരുന്നു. അത്രമാത്രം സമ്പൽ സമൃദ്ധമായിരുന്നു മുഗൾ സാമ്രാജ്യം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉദയവും പതനവുമാണ്. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ്. സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോധിയെ 1526 നടന്ന പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു. ബാബറിന് ശേഷം മകനായ ഹുമയൂൺ അധികാരം ഏറ്റെടുത്തു. എന്നാൽ അത് വെറും 11 വർഷം മാത്രമാണ് നിലനിന്നത്. ഹുമയൂൺ അപ്രതീക്ഷിതമായി കോണിപ്പടിയിൽ നിന്ന് വീണ് മരണപ്പെടുകയും ചെയ്തു. 1556 ആദിൽ ഷാ സൂര്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഹേമചന്ദ്ര വിക്രമാദിത്യ അഥവാ ഹേമു ആഗ്ര പിടിച്ചെടുക്കുകയുണ്ടായി. ഹേമു എന്നത് ശക്തനായ ഒരു യോദ്ധാവായിരുന്നു. 122 യുദ്ധങ്ങളൊക്കെ ജയിച്ച ഹേമു അതിശക്തനായി നിലകൊള്ളുന്ന സമയവുമാണിത്. ഇതേ സമയം മുഗൾ ജനറലും ഹുമയൂണിൻ്റെ വിശ്വസ്തനുമായ ബീറം ഖാൻ ഹുമയൂണിൻ്റെ മകനായ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിനെ മുഗൾ ചക്രവർത്തിയാക്കി. ഈ സമയം അക്ബറിന് വെറും 13 വയസ്സ് മാത്രമാണ് ഉള്ളതെന്ന് ഓർക്കണം. അക്ബറിനെ മുൻനിർത്തി കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ബീറം ഖാനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സമയം അക്ബർ എന്നാൽ ബീറം ഖാൻ തന്നെ. ബീറം ഖാൻ്റെയും മുഗളരുടെയും ലക്ഷ്യമെന്നത് ആഗ്ര തിരിച്ചുപിടിക്കുകയും അക്ബറിനെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരുത്തുകയും എന്നതായിരുന്നു. ഇതിനായി പടയോട്ടങ്ങൾ നടത്തുകയും ആഗ്രയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഹേമുവിൻ്റെ പടയുമായി പാനിപ്പത്ത് പ്രദേശത്ത് വെച്ച് ഏറ്റുമുട്ടി. അങ്ങനെ ലോക പ്രശസ്തമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. മുഗൾ സൈന്യത്തേക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു ഹേമുവിൻ്റെ സൈന്യം. ഹേമുവിൻ്റെ ഗജസേന മുഗൾ സേനയെ തുരത്തി മുന്നേറി. മുഗളർ തോൽക്കുമെന്നൊരു പ്രതീതി പോലും അവിടെ ഉണ്ടായി. പക്ഷേ ഭാഗ്യം അക്ബറിനെ തുണച്ചു. ഒരു മുഗൾ സൈനികൻ തൊടുത്ത അമ്പ് ഹേമുവിൻ്റെ കണ്ണിൽ തറക്കുകയും അദ്ദേഹം ആനപ്പുറത്ത് നിന്ന് താഴെ വീഴുകയും ഹേമുവിൻ്റെ സൈന്യം ചിതറി ഓടുകയും ചെയ്തു. ഹേമുവിൻ്റെ ശിരസ് വെട്ടാൻ ബൈറം ഖാൻ അക്ബറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബാലനായ അക്ബർ അത് നിരസിച്ചതിനാൽ ബൈറം ഖാൻ തന്നെ ആ കർത്തവ്യം നിർവഹിച്ചു. ഒടുവിൽ രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ മുഗളർ വിജയിച്ചു. പിന്നീട് അക്ബർ പക്വതയിലെത്തുകയും ധാരാളം പടയോട്ടങ്ങൾ നടത്തുകയും ഒട്ടുമിക്ക ഇന്ത്യൻ പ്രദേശങ്ങൾ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആഗ്ര തലസ്ഥാനമാക്കി പടയോട്ടം നടത്തിയ അക്ബർ രജപുത്ര ദേശങ്ങൾ കീഴടക്കാനായി തീരുമാനമെടുക്കുന്നു. ഒട്ടുമിക്ക രജപുത്ര ദേശങ്ങളും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് മൂലം കീഴടങ്ങി. ബാക്കിയുള്ള രജപുത്ര നാട്ടുരാജ്യങ്ങളിലെ രാജകുമാരിമാരെ വിവാഹം ചെയ്ത് അക്ബർ ആ രാജ്യം മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. 1668 മേവാറിൻ്റെ പ്രദേശമായ ചിറ്റോഗർ കോട്ട അക്ബർ ആക്രമിക്കുകയുണ്ടായി. കോട്ട കീഴടക്കിയതിനു ശേഷം അവിടുത്തെ സാധാരണ ജനങ്ങളെപ്പോലും സ്ത്രീ പുരുഷ വിവേചനമില്ലാതെ വെട്ടിയെറിഞ്ഞുവെന്നും അവിടെ നിന്ന് ചോരപ്പുഴ ഒഴുകിയെന്നുമാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. എന്നാൽ അക്ബറിൻ്റെ ആധീനത സ്വീകരിക്കാത്ത നാട്ടുരാജ്യമായിരുന്നു മേവാറും അവിടുത്തെ രാജാവായ മഹാറാണ പ്രതാപും. മഹാറാണ പ്രതാപ് എന്നത് ധീരനായ ഒരു യോദ്ധാവും പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയുമായിരുന്നു. വൈദേശിക ശക്തികളായ മുഗളരുടെ ആധിപത്യം അംഗീകരിക്കുകയില്ലെന്ന് പ്രതാപ് കടുത്ത നിലപാടെടുത്തു. ഇതിനെ തുടർന്ന് അക്ബർ മഹാറാണ പ്രതാപിനെതിരെ പട നയിക്കുകയും ഇരു വിഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് ഹൽദിഘാട്ടി. 1576 നടന്ന ഈ യുദ്ധത്തിൽ മുഗൾ സേനയ്ക്ക് പ്രതാപിൻ്റെ സേനയിൽ ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രതാപ് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇതിനാൽ മുഗളർക്ക് കാര്യമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. മേവാർ പ്രദേശത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മുഗളർക്ക് കീഴിൽ വന്നതുള്ളൂ. എന്നാൽ പ്രതാപ് ഈ പ്രദേശങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കുകയും ഉണ്ടായി. ഇതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ
അക്ബറിൻ്റെ രജപുത്ര നയമെന്നത് വിജയകരം തന്നെയായിരുന്നു. അക്ബർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നാണ് ദിൻ-ഇ-ലാഹി എന്ന മതനിയമം. എല്ലാ മതത്തിലുള്ളവർക്കും തുല്യത നൽകുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ 1575 അക്ബർ നിർമ്മിച്ച ഇബാദത്ത് ഖാന എന്ന പ്രാർത്ഥനാ മന്ദിരവും. ഇവിടെയും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്ന മുഗൾ ചക്രവർത്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. 1605 അക്ബറിൻ്റെ മരണത്തിനു ശേഷം മകനായ സലീം അഥവാ ജഹാംഗീർ ഭരണമേറ്റെടുത്തു. ജഹാംഗീറിനു ശേഷം 1628 ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാൻ അധികാരത്തിൽ വന്നു. ജഹാംഗീറിൻ്റെ ചെയിൻ ഓഫ് ജസ്റ്റിസ് എന്ന പോളിസിയും ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലും ഏറെ പ്രശസ്തമാണല്ലോ. ഷാജഹാൻ്റെ മരണത്തിനു ശേഷം കാര്യങ്ങൾ ആകെ തകിടം മറിയുന്ന അവസ്ഥാവിശേഷമാണല്ലോ ഉണ്ടായത്. ഷാജഹാൻ അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 4 മക്കൾ തമ്മിൽ അധികാര പോരാട്ടമുണ്ടായി. ദാരാ ഷിക്കോ, ഷാ ഷൂജ, ഔറംഗസേബ്, മുറാദ് എന്നിവരായിരുന്നു. ഇവർ തമ്മിലടിക്കുകയും ഇതിൽ ഔറംഗസേബ് വിജയിക്കുകയും ചെയ്തു. ഷാജഹാൻ്റെ പ്രിയപുത്രനായ അടുത്ത രാജാവാക്കാൻ ഷാജഹാൻ ആഗ്രഹിച്ചിരുന്ന ദാരാ ഷിക്കോവിനെ ഔറംഗസേബ് വധിക്കുകയും ദാരാ ഷിക്കോവിൻ്റെ തലയറുത്ത് ഷാജഹാന് സമ്മാനമായി നൽകുകയും ചെയ്തു. ഇതിനപ്പുറം ഷാജഹാൻ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു. ഔറംഗസേബ് എന്നത് ക്രൂരനായ, മതഭ്രാന്തനായ, തൻ്റെ വിജയലക്ഷ്യത്തിനു വേണ്ടി ആരെയും വകവരുത്തുന്ന വ്യക്തിയായിരുന്നു. ഔറംഗസേബിൻ്റെ മതനയവും മറ്റു പോളിസികളും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുകയുണ്ടായി. പക്ഷേ ഔറംഗസേബിൻ്റെ സമയത്താണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യൻ മേഖലയിൽ അതിൻ്റെ പരമാവധി വ്യാപ്തിയിലൊക്കെ എത്തുന്നത്. ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ മേഖലാ യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് മറാത്തകളും ഛത്രപതി ശിവജിയുമായുള്ള യുദ്ധം തീർത്തും പരാജയകരമായിരുന്നു. മറാത്തയ്ക്കെതിരെയുള്ള ഔറംഗസേബിൻ്റെ ചില പടയോട്ടങ്ങളെല്ലാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഖജനാവ് കുറയ്ക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. ഔറംഗസേബ് സെക്കുലർ ഭരണാധികാരി ആയിരുന്നില്ല എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. അക്ബർ മുതൽ ഷാജഹാൻ വരെ നിലനിർത്തിക്കൊണ്ടുപോയ വിശാലമായ സെക്കുലർ നയം ഇവിടെ തകരുകയാണ്. ജസിയ തലവരി പോലെയുള്ള നികുതികൾ വീണ്ടും തിരികെ കൊണ്ടുവന്നു ഔറംഗസേബ്. ഇത് ഹിന്ദുക്കളിൽ എതിർപ്പുണ്ടാക്കുന്നതിന് കാരണമായി. ഔറംഗസേബ് ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുടെ ധ്വംസകനായി മാറിയ കാലഘട്ടം കൂടിയാണിത്. എങ്കിലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പൂർണ്ണമായും കാരണം ഔറംഗസേബാണ് എന്ന് പറയുന്നത് ഉചിതമല്ല. എന്നാൽ ഔറംഗസേബിനും ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.